നമസ്കാരം. തനിക്ക് വിവാഹത്തിന് പുറമെ മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പ്രമുഖ വ്യവസായി ബിൽഗേറ്റ്സ് തുറന്നു സമ്മതിച്ചു. കഴിഞ്ഞ ജൂൺ 10 അമേരിക്കൻ പാർലമെന്റ് സമിതിക്ക് മുന്നിൽ അടച്ചിട്ട മുറിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തനിക്ക് ബന്ധമുണ്ടായിരുന്ന 3 സ്ത്രീകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അദ്ദേഹം അന്ന് പങ്കുവച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ രേഖകൾ ഈ ആഴ്ച പുറത്തുവിട്ടതോടെയാണ് വിവരങ്ങൾ ലോകമറിഞ്ഞത്. ഇതോടെ കുപ്രസിദ്ധ ക്രിമിനലായ ജെഫ്രി എപ്സ്റ്റീൻ ബിൽഗേറ്റ്സിന്റെ ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ശ്രമിച്ചിരുന്നോ എന്ന ചോദ്യം വീണ്ടും സജീവമായിരിക്കുകയാണ്. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ കൂട്ടായ്മകളെക്കുറിച്ചും ബിൽഗേറ്റ്സിന്റെ വ്യക്തി ജീവിതത്തിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിന്മേൽ എപ്സ്റ്റീൻ സ്വാധീനം ചെലുത്താൻ നോക്കിയിരുന്നോ എന്നും കണ്ടെത്തുന്നതിനായി പാർലമെന്റ് നടത്തുന്ന വലിയൊരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ബിൽഗേറ്റ്സിനെ ചോദ്യം ചെയ്തത്. തന്റെ മുൻ ശാസ്ത്ര ഉപദേശകനായ ബോറിസ് നിക്കോളിക്കുമായി നടത്തിയ ചില സംഭാഷണങ്ങളിൽ എപ്സ്റ്റീൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചതായി തോന്നിയിട്ടുണ്ടെന്ന് ഗേറ്റ്സ് ജനപ്രതിനിധികളോട് പറഞ്ഞു. എങ്കിലും എപ്സ്റ്റീൻ തന്നെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനിടയിൽ തനിക്ക് ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളിൽ 2 പേരെ ബിൽഗേറ്റ്സ് തിരിച്ചറിഞ്ഞു. അതിലൊരാൾ റഷ്യൻ ബ്രിഡ്ജ് കളിക്കാരിയായ മില ആൻഡ്രോവയും രണ്ടാമത്തെയാൾ ആണവ ശാസ്ത്രജ്ഞയായ കരിമ നിക്മതുലീനയുമാണ്. ഇതിനുശേഷം എപ്സ്റ്റീന്റെ ഒരു ഇമെയിൽ സന്ദേശം ജനപ്രതിനിധികൾ ബിൽഗേറ്റ്സിനെ കാണിച്ചു. അതിൽ ഡോക്ടർ ആലീസ് ജേക്കബ്സ് നെസൽറോഡ് എന്ന മെഡിക്കൽ സംരംഭകയുടെ പേരുണ്ടായിരുന്നു. ഇത് കണ്ടതോടെ അവരുമായി തനിക്കുണ്ടായിരുന്ന 3ാമത്തെ ബന്ധവും അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. അതെ, ഒരു കാലത്ത് എനിക്ക് ഡോക്ടർ ജേക്കബ്സുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പേര് ഈ പട്ടികയിൽ വരുന്നത് ശരിയായിരിക്കാം എന്നാണ് ചോദ്യം ചെയ്യലിൽ ഗേറ്റ്സ് മറുപടി പറഞ്ഞത്. നിലവിൽ 70 വയസ്സുള്ള ബിൽഗേറ്റ്സ് എപ്സ്റ്റീൻ നടത്തിയിരുന്ന യാതൊരുവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി. സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും എപ്സ്റ്റീൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന കാര്യത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടിരുന്ന ചില സ്ത്രീകൾ തന്റെ ജീവകാരുണ്യ മേഖലകളിലും ജോലി ചെയ്തിരുന്നതുകൊണ്ട് എപ്സ്റ്റീന്റെ പീഡനത്തിന് ഇരയായ ചിലർ തന്റെ ചുറ്റുവട്ടത്തും അറിയാതെ വന്നിട്ടുണ്ടാകാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. 2011 2014 ഇടയിലാണ് താൻ എപ്സ്റ്റീനെ പരിചയപ്പെട്ടതെന്നും അതിനിടയിൽ ഒരു 12ഓളം തവണ നേരിട്ട് കാണുകയും ചില തവണ സ്കൈപ്പിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ജനപ്രതിനിധികളോട് വിവരിച്ചു. ഈ കൂടിക്കാഴ്ചകളെല്ലാം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആഗോളാരോഗ്യ പദ്ധതികളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വേണ്ടിയായിരുന്നുവെന്നാണ് ഗേറ്റ്സ് പറയുന്നത്. എങ്കിലും എപ്സ്റ്റീനുമായുള്ള സൗഹൃദം തുടർന്നത് വലിയൊരു തെറ്റായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചിട്ടുണ്ട്.